നമസ്കാരം കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വീട്ടിലെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഓക്കെ, നല്ല കുട്ടികളാണല്ലേ? പഠിക്കുന്നുണ്ടോ എല്ലാവരും? പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ പാഠഭാഗങ്ങളെല്ലാം എല്ലാവരും പഠിച്ചോ? ഓക്കെ, നമുക്ക് അടുത്ത പാഠത്തിലോട്ട് കിടക്കാം. അടുത്ത പാഠം ഒരു കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു കഥ. എന്തായിരിക്കും കഥ? മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മിസ് കഥ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, മണ്ണാങ്കട്ടയും കരിയിലയും ഭയങ്കര കൂട്ടുകാരായിരുന്നു അല്ലേ? നല്ല ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ആര്? മണ്ണാങ്കട്ടയും കരിയിലയും അല്ലേ? മണ്ണാങ്കട്ട അറിയാലോ നിങ്ങൾക്ക്. മണ്ണിങ്ങനെ കട്ടി കൂടി ഇങ്ങനെ ത്രികോണം പോലെ ഇരിക്കുന്ന ഒരു എന്താണ് ക്രിസ്മസ് ട്രീയുടെ ഒക്കെ പോലെയാണ് മണ്ണാങ്കട്ട ഇരിക്കുന്നത് അല്ലേ? മണ്ണാങ്കട്ട ഇങ്ങനെ മണ്ണിങ്ങനെ തിക്കായിട്ട് ഉണ്ടാക്കിയതാണ്. കരിയില നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാം ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അല്ലേ കാറ്റത്ത് പറന്നു പോകുന്ന കരിയിലയാണ് ഇല. ഓക്കെ, രണ്ടുപേരും കൂടി ഇട്ട ചങ്ങാതിമാരായിരുന്നു. രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? കാശിക്ക് പോകാനായിട്ട്. കാശി ഒരു തീർത്ഥാടന കേന്ദ്രമാണല്ലേ? പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് കാശിക്ക് പോകാൻ. കാശിയിൽ നിരവധി കാഴ്ചകളുണ്ട്, അമ്പലങ്ങൾ, അതൊക്കെ കണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മടങ്ങി വരാം എന്നും പറഞ്ഞ് മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പോകാൻ ഒരു തീരുമാനം എടുത്ത്. അപ്പോൾ ഒരു സങ്കടം ഉണ്ടല്ലേ? എന്താണ് എങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി എങ്ങനെ പോകും? യാത്ര തിരിക്കണ്ടേ? യാത്ര തിരിക്കുമ്പോൾ എന്തെങ്കിലും അപകടം വന്നാലോ അല്ലേ? അപകടം വന്നു കഴിഞ്ഞാൽ ദൈവം തന്നെ സംരക്ഷിക്കട്ടെ നമ്മളെ എന്നുള്ള ഒരു നിലയിൽ രണ്ടുപേരും കൂടി യാത്ര പുറപ്പെട്ടു. അപ്പോൾ യാത്ര പോകാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും രണ്ടുപേരുടെയും ചോദ്യം ഉണ്ടാവും. നമ്മുടെ ഈ യാത്ര നല്ലതായി വരട്ടല്ലേ? രണ്ടുപേർക്കും സുഖമുള്ളൊരു യാത്രയാവട്ടെ. യാത്ര കണ്ട് കഴിഞ്ഞ് തിരിച്ച് നമുക്കിതെല്ലാം കാശിയെല്ലാം സന്ദർശിച്ചതിന് ശേഷം സന്തോഷമായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുത്ത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മണ്ണാങ്കട്ടയും കരിയിലയും കൂടി സഞ്ചരിച്ചിരുന്നപ്പോഴത്തേക്കും ഒരു കാറ്റ് വീശി കേട്ടോ. അവിടെ ഒരു കാറ്റ് വീശിയപ്പോൾ എന്ത് ചെയ്തു? കരിയില, നമുക്കറിയാലേ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇല പറന്നു പോകുമെന്നറിയാം. അപ്പം മണ്ണാങ്കട്ട എന്ത് ചെയ്തു? ഇലയുടെ മുകളിൽ കയറി ഇലയെ രക്ഷിച്ചു. മണ്ണാങ്കട്ടക്ക് കനമുണ്ടല്ലോ, കനമുള്ള മണ്ണ് ഇങ്ങനെ തിക്കായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം കരിയിലയുടെ പുറത്ത് കയറി ഇരുന്നപ്പോഴത്തേക്കും കരിയില രക്ഷപ്പെട്ടു. കാറ്റ് വന്നപ്പോൾ കരിയില പറന്നു പോയില്ല. മണ്ണാങ്കട്ട മുകളിൽ കയറി ഇരുന്നുകൊണ്ട് പറന്നു പോയില്ല. അതിന് ശേഷം എന്ത് ചെയ്ത്? രക്ഷപ്പെട്ടല്ല, ഇനി നമുക്ക് കാശിക്ക് പോകാമല്ലോ, ഇനി എനിക്ക് അപകടമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് മണ്ണാങ്കട്ടയും കരിയിലയും കൂടി സന്തോഷിച്ചു. അതിന് ശേഷം എന്ത് ചെയ്ത്? പിന്നെ വന്നത് എന്താണ്? മഴ പൊടിഞ്ഞപ്പോഴത്തേക്കോ മണ്ണാങ്കട്ട എന്ത് ചെയ്യും? മഴ പെയ്ത് കഴിയുമ്പോൾ മഴവെള്ളം ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് കഴിയുമ്പോൾ മണ്ണാങ്കട്ട ഇങ്ങനെ അടർന്നു പോകും അല്ലേ? മണ്ണിൽ കുതിർന്നു പോകും. അതുകൊണ്ട് ഇല എന്ത് ചെയ്ത്? ഇല മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി കുട പോലെ ചൂടിയിരുന്നു. അപ്പം മണ്ണാങ്കട്ടയെ രക്ഷിച്ചു. എന്ന് വെച്ചാൽ ആദ്യം ഒരു ഉപകാരം ചെയ്തതാ അല്ലെ? ഇലയെ രക്ഷിച്ചതാരാ? മണ്ണാങ്കട്ട. അങ്ങനെ മഴ പെയ്തപ്പോൾ മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി കുട ചൂടി നിൽക്കുന്നത് പോലെ ഇലയിരുന്നു. അങ്ങനെ മഴയിൽ നിന്നും ആരെ രക്ഷിച്ചു? ഇല മണ്ണാങ്കട്ടയെ രക്ഷിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി ഇനി കാശിയിലൊക്കെ പോയി സുന്ദരമായ കാഴ്ചകളെല്ലാം കണ്ട് നടക്കാമല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി സന്തോഷിച്ചിരിക്കെ എന്ത് ചെയ്ത്? കാറ്റും മഴയും കൂടി ഒരുമിച്ച് വന്നപ്പോഴോ എന്ത് ചെയ്ത്? രണ്ടുപേരും മഴ പെയ്തപ്പോൾ മണ്ണാങ്കട്ട അലിഞ്ഞും പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായം ചെയ്യാൻ പറ്റില്ല. ശക്തിയായ കാറ്റടിച്ചപ്പോൾ കരിയില പറന്നു പോയി. ശക്തിയായ മഴ പെയ്തപ്പോൾ മണ്ണാങ്കട്ട ഇങ്ങനെ അലിഞ്ഞു പോയി. അങ്ങനെ രണ്ടുറ്റ ചങ്ങാതിമാർ ഇല്ലാതെ രണ്ട് സുഹൃത്തുക്കൾ അല്ലേ? ദൈവം അപ്പോൾ ഒരു വിധി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പറയുമല്ലോ, വിധിയാണ്, ദൈവത്തിൻ്റെ വിധിയാണതല്ലേ? വിധിയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല. അപ്പോൾ എന്താണ്? വിധിയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയില്ല. മണ്ണാങ്കട്ട മഴയത്ത് അലിഞ്ഞും പോയി, കുതിർന്നു പോയി, ഇല കാറ്റത്ത് പറന്നും പോയി. അങ്ങനെ രണ്ടുറ്റ ചങ്ങാതിമാർ അവിടെ ഇല്ലാതാകുകയാണ് ചെയ്തത് അല്ലേ? ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ? നല്ല ഉറ്റ ചങ്ങാതിമാർ രണ്ടുപേരും ഇല്ലാതായി. അപ്പോൾ വിധിയെ തോൽപ്പിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു വിധി തന്നിട്ടുണ്ടാവും അല്ലേ? അതേപോലെ നടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാനുള്ളത് അല്ലേ? വിധിയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല അല്ലേ? ദൈവം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതേപോലെയാണ് അവിടെ സംഭവിച്ചത് അല്ലേ? അവരൊട്ടും വിചാരിച്ചില്ല അവർക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന്. ദൈവത്തിൻ്റെ അല്ലേ? ദൈവം വിധിച്ചത് അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഗുണപാഠം. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടന്നു പോവാം. ഒന്ന് കൈവിരൽ വെച്ചേ. പാഠം 12 മണ്ണാങ്കട്ടയും കരിയിലയും. ഒരിക്കൽ മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പുറപ്പെട്ടു.
കാശി വളരെ ദൂരെയാണ്, അങ്ങ് എത്തണമെങ്കിൽ പല ദിവസം സഞ്ചരിക്കണം. കാശി വളരെ ദൂരെയാണ്, അങ്ങ് കാശിയിലെത്തണമെങ്കിൽ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ്. കാശിയിലെത്തണമെങ്കിൽ കുറേ ദിവസം പിടിക്കും അല്ലേ, കുറേ ദിവസം സഞ്ചരിക്കണം. കാശിയിൽ ചെന്നാൽ നീ എന്ത് ചെയ്യും? മണ്ണാങ്കട്ട കരിയിലയോട് ചോദിച്ചു. കാശിയിൽ ചെന്നാൽ നീ എന്ത് ചെയ്യും? ആര് ചോദിച്ചു? മണ്ണാങ്കട്ട കരിയിലയോട് ചോദിച്ചു. ഞാൻ കാറ്റത്ത് അവിടെയെല്ലാം പറന്ന് നടക്കും. എന്തെന്ന് പറഞ്ഞ കരിയില? ഞാൻ കാറ്റത്ത് അവിടെയെല്ലാം പറന്ന് നടക്കും. കാശിയിൽ പലതും കാണാനുണ്ട്, അതെല്ലാം കാണും. കരിയില മറുപടി പറഞ്ഞു. കരിയിലൊക്കെ സുഖമല്ലേ, കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടന്ന് കാശിയിൽ ചെന്ന എല്ലാ കാഴ്ചകളും കാണാമല്ലേ, ഞാനിങ്ങനെ പറന്ന് നടന്ന എല്ലാ കാഴ്ചയും കാണുമെന്ന് കരിയില മണ്ണാങ്കട്ടയോട് മറുപടി പറഞ്ഞു. എനിക്കതിനൊന്നും ഭാഗ്യമില്ല, നടക്കാൻ തന്നെ വിഷമം. മണ്ണാങ്കട്ട സങ്കടപ്പെട്ടു. എനിക്ക് അതിനൊന്നും ഭാഗ്യമില്ല. മണ്ണാങ്കട്ട ഇങ്ങനെ കടിച്ചിരിക്കുകയാണ്, മണ്ണിങ്ങനെ കട്ടി പോലെ ഉണ്ടായി. എനിക്ക് അതിനൊന്നും പറ്റിയില്ല, എനിക്ക് നടക്കാൻ തന്നെ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഒന്ന് നോക്കിയ പാഠഭാഗം ഒന്നും കൂടി നോക്കിയ പാഠം 12 മണ്ണാങ്കട്ടയും കരിയിലയും. ഒരിക്കൽ മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പുറപ്പെട്ടു. കാശി വളരെ ദൂരെയാണ്, അങ്ങ് എത്തണമെങ്കിൽ പല ദിവസം സഞ്ചരിക്കണം. കാശിയിൽ ചെന്നാൽ നീ എന്തു ചെയ്യും? മണ്ണാങ്കട്ട കരിയിലയോട് ചോദിച്ചു. ഞാൻ കാറ്റത്ത് അവിടെയെല്ലാം പറന്നു നടക്കും. കാശിയിൽ പലതും കാണാനുണ്ട്, അതെല്ലാം കാണും. കരിയില മറുപടി പറഞ്ഞു. എനിക്കതിനൊന്നും ഭാഗ്യമില്ല, നടക്കാൻ തന്നെ വിഷമം. മണ്ണാങ്കട്ട സങ്കടപ്പെട്ടു. മണ്ണാങ്കട്ട സങ്കടപ്പെടാൻ കാര്യം എന്താണ്? എനിക്ക് അതിനൊന്നും ഭാഗ്യമില്ല, എനിക്ക് നടക്കാൻ വിഷമമുണ്ട്. ഓക്കെ, അടുത്ത പേജ് മറിച്ച് തന്നെല്ലാവരും. സങ്കടപ്പെടേണ്ട, കരിയില വേഗം പറഞ്ഞു. സങ്കടപ്പെടേണ്ട, നിന്നെയും കൊണ്ട് ഞാൻ പറന്നു നടക്കാം, നിന്നെയും കൊണ്ട് ഞാൻ പറന്നു നടക്കാം. അവിടെ ചെല്ലട്ടെ. കരിയില കൂട്ടുകാരനെ സമാധാനിപ്പിച്ചു. കരിയില കൂട്ടുകാരനെ സമാധാനിപ്പിച്ചു. നിന്നെയും കൊണ്ട് ഞാൻ പറന്നു നടക്കാം, സമാധാനം ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്താണ് അല്ലേ എങ്ങനെ സമാധാനിപ്പിച്ചത്. കാശിയിലേക്ക് പോകും വഴി ഒരു വലിയ കാറ്റ് വീശി. കാശിയിലേക്ക് ഇവർ പോകുന്ന വഴി ഒരു വലിയ കാറ്റ് വീശി. കരിയില പറന്നു പൊങ്ങും മുമ്പ് മണ്ണാങ്കട്ട അവൻ്റെ മുകളിൽ കയറിയിരുന്നു. കരിയില കാറ്റ് വീശിയപ്പോൾ കരിയില പറന്നു പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പം മണ്ണാങ്കട്ട എന്ത് ചെയ്ത്? പറന്നു പൊങ്ങുന്നതിന് മുമ്പ് അവൻ്റെ മുകളിൽ കയറി ഇരുന്നു. അങ്ങനെ കരിയില കാറ്റിൽ പറന്നു പോകാതെ രക്ഷപ്പെട്ടു. അങ്ങനെ കരിയില രക്ഷപ്പെട്ടു. അങ്ങനെ മണ്ണാങ്കട്ട മുകളിൽ കയറി ഇരുന്നത് കാരണം. പിന്നീട് ഒരു മഴ വന്നു. മണ്ണാങ്കട്ട നനഞ്ഞു കുതിർന്നു പോകാതെ കരിയില കുട പോലെ അവൻ്റെ പുറത്ത് കയറിയിരുന്നു. പിന്നീട് എന്താ വന്നത്? കാറ്റ് കഴിഞ്ഞ് പിന്നീട് മഴ വന്നു. മണ്ണാങ്കട്ട മഴ വന്നു കഴിഞ്ഞ് എന്ത് ചെയ്തു? മണ്ണാങ്കട്ട കുതിർന്നു പോകും അല്ലേ. നനഞ്ഞു കുതിർന്നു പോകാതെ കരിയില എന്ത് ചെയ്ത്? ഒരു കുട പോലെ അവൻ്റെ പുറത്ത് കയറിയിരുന്നു. മണ്ണാങ്കട്ട രക്ഷപ്പെട്ടു. പക്ഷേ പിന്നീട് വന്നത് കാറ്റും മഴയും ഒന്നിച്ചായിരുന്നു. പിന്നീട് എങ്ങനെ വന്നത്? കാറ്റും മഴയും ഒന്നിച്ചായിരുന്നു. കരിയില പറന്നുപോയി, മണ്ണാങ്കട്ട അലിഞ്ഞും പോയി അല്ലേ. രണ്ട് സുഹൃത്തുക്കൾ അല്ലേ, മിസ് നേരത്തെ പറഞ്ഞു തന്നു അല്ലേ. കരിയില കാറ്റും മഴയും ഒന്നിച്ചു വന്നപ്പോൾ ഇല പറന്നും പോയി, മണ്ണാങ്കട്ട ആ മഴയത്ത് കുതിർന്നും പോയി, അലിഞ്ഞും പോയി. ആ നല്ല കൂട്ടുകാർ എന്നേക്കുമായി പിരിഞ്ഞു. അവർ നല്ല കൂട്ടുകാരായിരുന്നു അല്ലേ. അവർ എന്നേക്കുമായി പിരിഞ്ഞു. അതായിരുന്നു വിധിയുടെ നിശ്ചയം. വിധിയുടെ നിശ്ചയം. വിധിയെ തടയാൻ ആർക്കാണ് കഴിയുക അല്ലേ. നമ്മളെല്ലാവരും പറയും ദൈവം നമുക്കൊരു വിധി തന്നിട്ടുണ്ട്, അതിനെ തടയാൻ ആർക്കാണ് കഴിയുക? ദൈവം തീരുമാനിച്ചതുപോലെ എല്ലാം നടക്കുകയുള്ളൂ അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കാര്യം എങ്ങനെയാണ്? വിധിയെ തോൽപ്പിക്കാൻ ആർക്കും ആയില്ല. ആ മഴയും കാറ്റും ഒരുമിച്ച് വന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അല്ലേ. പാഠഭാഗം ഒന്നും കൂടി നോക്കിയേ. മിസ് കൈവരിൽ വെക്കാട്ടോ മിസ് വായിക്കുമ്പോഴത്തേക്കും. ഓക്കെ, പാഠം 12 മണ്ണാങ്കട്ടയും കരിയിലയും. ഒരിക്കൽ മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പുറപ്പെട്ടു. കാശി വളരെ ദൂരെയാണ്, അങ്ങ് എത്തണമെങ്കിൽ പല ദിവസം സഞ്ചരിക്കണം. കാശിയിൽ ചെന്നാൽ നീ എന്തു ചെയ്യും? മണ്ണാങ്കട്ട കരിയിലയോട് ചോദിച്ചു. ഞാൻ കാറ്റത്ത് അവിടെയെല്ലാം പറന്നു നടക്കും. കാശിയിൽ പലതും കാണാനുണ്ട്, അതെല്ലാം കാണും. കരിയില മറുപടി പറഞ്ഞു. എനിക്കതിനൊന്നും ഭാഗ്യമില്ല, നടക്കാൻ തന്നെ വിഷമം. മണ്ണാങ്കട്ട സങ്കടപ്പെട്ടു അല്ലേ. കാശിയിലെ മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പോയപ്പോൾ കാശി വളരെ ദൂരെയാണ്, അങ്ങ് എത്തണമെങ്കിൽ വളരെ ദൂരെ സഞ്ചരിക്കണം. കാശിയിൽ ചെന്നാൽ നീ എന്ത് ചെയ്യും? മണ്ണാങ്കട്ട കരിയിലയോട് ചോദിച്ചു. അപ്പോൾ കരിയില എന്താ പറഞ്ഞത്? ഞാൻ അവിടെയെല്ലാം പറന്നു നടക്കും, ധാരാളം കാഴ്ചകൾ കണ്ട് പറന്നു നടക്കും അല്ലേ. കാഴ്ചകൾ കണ്ട് പറന്നു നടക്കുമെന്ന് കരിയില മറുപടി പറഞ്ഞു. അപ്പോൾ
മണ്ണാങ്കട്ട സങ്കടപ്പെട്ട് പറഞ്ഞു, എനിക്ക് അതിനൊന്നും ഭാഗ്യമില്ല, നടക്കാൻ തന്നെ എനിക്ക് വിഷമമാണ്. മണ്ണാങ്കട്ട സങ്കടപ്പെട്ടു. അപ്പോൾ തിരിച്ച് നമ്മുടെ കരിയില എന്ത് പറഞ്ഞു? സങ്കടപ്പെടേണ്ട, നിന്നെയും കൊണ്ട് ഞാൻ പറന്നു നടക്കാം, അവിടെ ചെല്ലട്ടെ. കരിയില കൂട്ടുകാരനെ സമാധാനിപ്പിച്ചു. സങ്കടപ്പെടേണ്ട കൂട്ടുകാരാ, അവിടെ ചെല്ലട്ടെ, ഞാൻ നിന്നെയും കൊണ്ട് പറന്നു നടക്കാം അല്ലേ, ഒന്ന് സമാധാനിപ്പിച്ചതല്ലേ. കാശിയിലേക്ക് പോകും വഴി ഒരു വലിയ കാറ്റ് വീശി. കാശിയിലേക്ക് പോകും വഴി ഒരു വലിയ കാറ്റ് വീശി. കരിയില പറന്നു പോകും മുമ്പേ മണ്ണാങ്കട്ട അവൻ്റെ മുകളിൽ കയറിയിരുന്നു. കാറ്റ് വീശിയപ്പോൾ കരിയില പറന്നു പോകുമെന്നറിയാം. അപ്പം മണ്ണാങ്കട്ടക്ക് മനസ്സിലായി. മണ്ണാങ്കട്ട എന്ത് ചെയ്ത്? കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ കരിയില കാറ്റിൽ പറന്നു പോകാതെ രക്ഷപ്പെട്ടു. പിന്നീട് ഒരു മഴ വന്നു. മണ്ണാങ്കട്ട നനഞ്ഞു കുതിർന്നു പോകാതെ കരിയില കുട പോലെ അവൻ്റെ പുറത്ത് കയറിയിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? മഴ പെയ്തപ്പോൾ മണ്ണാങ്കട്ട കുതിർന്നു പോകുമെന്നറിയാം. അപ്പോൾ കരിയില എന്ത് ചെയ്തു? കുട പോലെ മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി ഇരുന്നു. മണ്ണാങ്കട്ടയും രക്ഷപ്പെട്ടു. പക്ഷേ പിന്നീട് വന്നത് എന്തായിരുന്നു? കാറ്റും മഴയും ഒന്നിച്ചായിരുന്നു. കരിയില പറന്നുപോയി, മണ്ണാങ്കട്ട അലിഞ്ഞും പോയി. ആ നല്ല കൂട്ടുകാർ എന്നേക്കുമായി പിരിഞ്ഞു. അതായിരുന്നു വിധിയുടെ നിശ്ചയം. വിധിയെ തടയാൻ ആർക്കാണ് കഴിയുക അല്ലേ? ദൈവത്തിൻ്റെ വിധിയെ തടയാൻ ആർക്കും കഴിയുകയില്ല എന്നാണ് ദൈവനിശ്ചയം അല്ലേ. ആ നല്ല കൂട്ടുകാർ എന്നേക്കുമായി പിരിഞ്ഞുപോയി അല്ലേ. പാഠഭാഗത്ത് ഒന്നും കൂടി കൈവരൽ വെച്ചാൽ മിസ് ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം. വീട്ടിൽ ഇരുന്ന് എല്ലാവരും നന്നായിട്ട് വായിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം കൂടി കൈവരൽ വെച്ചോ. പാഠം 12 മണ്ണാങ്കട്ടയും കരിയിലയും. ഒരിക്കൽ മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പുറപ്പെട്ടു. കാശി വളരെ ദൂരെയാണ്. അങ്ങെത്തണമെങ്കിൽ പല ദിവസം സഞ്ചരിക്കണം. കാശിയിൽ ചെന്നാൽ നീ എന്തു ചെയ്യും? മണ്ണാങ്കട്ട കരിയിലയോട് ചോദിച്ചു. ഞാൻ കാറ്റത്ത് അവിടെയെല്ലാം പറന്നു നടക്കും. കാശിയിൽ പലതും കാണാനുണ്ട്, അതെല്ലാം കാണും. കരിയില മറുപടി പറഞ്ഞു, എനിക്ക് അതിനൊന്നും ഭാഗ്യമില്ല, നടക്കാൻ തന്നെ വിഷമം. മണ്ണാങ്കട്ട സങ്കടപ്പെട്ടു. സങ്കടപ്പെടേണ്ട, നിന്നെയും കൊണ്ട് ഞാൻ പറന്നു നടക്കാം, അവിടെ ചെല്ലട്ടെ. കരിയില കൂട്ടുകാരനെ സമാധാനിപ്പിച്ചു. കാശിയിലേക്ക് പോകും വഴി ഒരു വലിയ കാറ്റ് വീശി. കരിയില പറന്നു പൊങ്ങും മുമ്പേ മണ്ണാങ്കട്ട അവൻ്റെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ കരിയില കാറ്റിൽ പറന്നു പോകാതെ രക്ഷപ്പെട്ടു. പിന്നീട് ഒരു മഴ വന്നു. മണ്ണാങ്കട്ട നനഞ്ഞു കുതിർന്നു പോകാതെ കരിയില കുട പോലെ അവൻ്റെ പുറത്തു കയറിയിരുന്നു. മണ്ണാങ്കട്ടയും രക്ഷപ്പെട്ടു. പക്ഷേ പിന്നീട് വന്നത് കാറ്റും മഴയും ഒന്നിച്ചായിരുന്നു. കരിയില പറന്നുപോയി, മണ്ണാങ്കട്ട അലിഞ്ഞുപോയി. ആ നല്ല കൂട്ടുകാർ എന്നേക്കുമായി പിരിഞ്ഞു. അതായിരുന്നു വിധിയുടെ നിശ്ചയം. വിധിയെ തടയാൻ ആർക്കാണ് കഴിയുക? ഓക്കെ, വിധി ദൈവത്തിൻ്റെ വിധി പോലെയാണ് ഇത് നടന്നത് അല്ലേ. വിധിയെ തടയാൻ ആർക്കും കഴിയില്ല അല്ലേ. ഒരു നല്ല ഗുണപാഠമാണ് അല്ലേ. എന്നേക്കുമായി ആ നല്ല കൂട്ടുകാർ പിരിഞ്ഞുപോയി അല്ലേ. അവർ ആകെ മണ്ണിനടിയിൽപ്പെട്ട് നശിഞ്ഞു പോയി എന്ന് പറയാം നമുക്കല്ലേ. ഓക്കെ, പാഠഭാഗം ഉറക്കെ കൈവിരൽ വെച്ച് വായിക്കുക. ഓക്കെ, താങ്ക് യു.